ദ ബിഗിനിങ് ആഫ്റ്റർ ദ എൻഡ്. സോളോ ലെവലിംഗ് കഴിഞ്ഞിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന അനിമയാണിത്. ആക്ച്വലി ഈ ഒരു അനിമ എന്ന് പറയുന്നത് ഒരു അമേരിക്കൻ വെബ് നോവൽ സീരീസിനെ ബേസ് ചെയ്തിട്ടാണ് വരുന്നത്. 2017 തൊട്ട് ഈ ഒരു നോവൽ സീരീസ് വരുന്നുണ്ട്. 6 വോളിയൂംസാണ് ഇതിൻ്റെ ടോട്ടൽ ഇതുവരെ ഇറങ്ങിയിട്ടുള്ളത്. അപ്പം അതിനെ ബേസ് ചെയ്തിട്ട് AKR സ്റ്റുഡിയോസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ക്രഞ്ച് റോളിൽ സ്ട്രീം ചെയ്യുന്ന ഒരു അനിമയാണ്. ആക്ച്വലി AKR സ്റ്റുഡിയോസ് A1 സ്റ്റുഡിയോസുമായിട്ട് വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇവരുടെ അല്ലെങ്കിൽ അനിമേഷൻ എന്ന് പറയുന്നത് ആ ഒരു നമ്മൾ സോളോ ലെവലിൽ കാണുന്ന പോലെ അത്ര ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അത്രയും ഒരു എന്താണ് കുറച്ച് സ്പെഷ്യലായിട്ടുള്ള സാധനമൊന്നുമല്ല. ഒരു നോർമൽ അനിമ. ഇപ്പം നമ്മളിപ്പം ചില സാധനങ്ങൾ ഒരു നോർമൽ സാധനങ്ങളുണ്ടല്ലോ, ആ ഒരു നോർമലായിട്ടുള്ള ഒരു അനിമേഷനാണ് ഈ ഒരു AKR ചെയ്തിട്ടുള്ളത് ഈ ഒരു സീരീസിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ ഒറ്റ എപ്പിസോഡ് മാത്രമേ ഇതുവരെ റിലീസായിട്ടുള്ളൂ. ഈ ഫസ്റ്റ് എപ്പിസോഡ് കാണുന്ന സമയത്ത് എനിക്ക് നിങ്ങൾ എമിനൻസ് ഇൻ ഷാഡോ എന്ന് പറയുന്ന അനിമ കണ്ടിട്ടുള്ളവർക്കറിയാം, അതിൻ്റെ ഒരു ഫസ്റ്റ് എപ്പിസോഡ് പോലെയൊക്കെ തോന്നിപ്പിക്കുന്ന ഒരു എപ്പിസോഡാണ്. ഈവൻ സ്റ്റോറി ബേസാണ് ഞാൻ പറയുന്നത്. അതായത് ദ മോസ്റ്റ് പവർഫുൾ ബീയിങ് ആയിട്ടുള്ള സെൻട്രൽ ക്യാരക്ടർ, ആ ഒരു ക്യാരക്ടർ പെട്ടെന്ന് മരിച്ചു പോകുന്നതും പിന്നെ അത് ജനിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഏതൊരു ടൈം ലൈനിൽ വേറെ ഏതൊരു വേൾഡിൽ ജനിക്കുന്നു, പിന്നെ ആ ഒരു ക്യാരക്ടർ വളർന്നു വരുന്നതൊക്കെയാണ് ഈ ഒരു സീരീസിനകത്ത് കാണിച്ചു പോകുന്നത്. ഇപ്പം എമിനൻസ് ഇൻ ഷാഡോയിൽ കാണിക്കുന്നത് അതും ഒരു ടീനേജ് പയ്യൻ തന്നെയാണ്. പക്ഷേ ഇവിടെ ഇത് അൾട്ടിമേറ്റ് എംപയറായിട്ട് നിൽക്കുന്ന ഒരാൾ, ആ ഒരു സെൻട്രൽ ക്യാരക്ടർ പെട്ടെന്ന് മരിച്ചു പോകുന്നു, പിന്നെ ഒരു കൊച്ചുകുട്ടിയായിട്ട് ജനിക്കുന്നു ഏതോ ഒരു മാജിക്കൽ വേൾഡിൽ. അപ്പം പണ്ട് ഈ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുള്ള മിസ്റ്റേക്കുകളെല്ലാം ഈ വട്ടം ജനിക്കുന്ന സമയത്ത് അതെല്ലാം തിരുത്തണം എന്നുള്ള രീതിയിൽ പോകുന്നതും, പിന്നെ ആ ഒരു സ്റ്റോറി, അതായത് ഈ ഒരു ക്യാരക്ടറിനെ ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോവുക, പിന്നെ ആ ഒരു ക്യാരക്ടറിൻ്റെ പാസ്റ്റ് എന്താണ് നമുക്ക് മനസ്സിലാക്കി തരിക, ആ സാധനങ്ങളൊക്കെയാണ് ഇതിനകത്ത് മെയിനായിട്ട് കാണിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് എപ്പിസോഡ് ഈസ് എ സോളിഡ് എപ്പിസോഡ് എന്ന് വേണമെങ്കിൽ പറയാം. അത്യാവശ്യം എൻഗേജിങ് ആയിട്ട് പോകുന്നത് എന്ന് വെച്ചാൽ ഇതിനകത്ത് കൂടുതലും ആ ഒരു കുട്ടി ജനിച്ച് വളർന്നു വരുന്ന സാധനങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. അപ്പം അങ്ങനെ ഭയങ്കര എൻഗേജിങ് ആയിട്ട് അതായത് സോളോ ലെവലിംഗ് പോലെയൊന്നും അല്ലെങ്കിലും അത്യാവശ്യം എൻഗേജിങ് ആയിട്ട് തന്നെ പോകുന്ന ഈ പറയുന്ന ഓറ ഫാമിങ്ങിന് വേണ്ടിയിട്ടുള്ള കുറേ സാധനങ്ങളുള്ള ഒരു സീരീസായിട്ടാണ് ഇതിൻ്റെ ഫസ്റ്റ് എപ്പിസോഡ് കണ്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത്. അത് ഫസ്റ്റ് സീസണിൽ 13 എപ്പിസോഡുകളായിരിക്കും വരുന്നത്. ക്രഞ്ച് റോൾ അങ്ങനെയാണ്. പിന്നെ ഇതിൻ്റെ ഒരു അനിമേഷൻ സ്റ്റൈലിലാണ് ഈ പറയുന്ന സോളോ ലെവലിങ്ങുമായിട്ട് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഈ പറയുന്ന ഡീമൺ സ്ലെയർ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇത് കുറച്ച് ഡൗൺ ആയിട്ട് നിൽക്കുന്ന ഒരു ഫീൽ നമുക്ക് തോന്നും. പക്ഷേ ഇതിൻ്റെ എപ്പിസോഡുകൾ ബാക്കി വന്നെങ്കിൽ ഇതെങ്ങനെയാണ് അവർ ബാക്കി പറഞ്ഞു പോകാൻ അല്ലെങ്കിൽ പ്രസൻറ്റ് ചെയ്യുന്നതെന്ന് നമുക്കറിയാനായിട്ട് പറ്റുള്ളൂ. എന്തായാലും ഫസ്റ്റ് എപ്പിസോഡ് കണ്ട സമയത്ത് ഒരു ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇനി ബാക്കി എപ്പിസോഡുകൾ വരുന്ന സമയത്ത് കണ്ടിട്ട് പറയാമല്ലേ.